നാം നമ്മുടെ പ്രവൃത്തികൾ ഒരു ഫലവും പ്രതീക്ഷിക്കാതെ കേവലം കർത്തവ്യമായി കണക്കാക്കി ചെയ്യുമ്പോൾ നമുക്ക് ആഴത്തിലുള്ള മാനസിക ശാന്തി ലഭിക്കുന്നു. നമ്മുടെ കർമ്മങ്ങളാണ് നമ്മുടെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതെന്നും നമ്മുടെ സ്വഭാവം നിർമ്മിക്കുന്നതെന്നും ജീവിതത്തിൽ നമ്മെ മുന്നോട്ട് നയിക്കുന്നതെന്നും നാം മനസ്സിലാക്കാൻ തുടങ്ങുന്നു. ഫലത്തെക്കുറിച്ച് ആശങ്കപ്പെടുന്നതിന് പകരം നമ്മുടെ കർമ്മങ്ങളുടെ ഗുണമേന്മയിൽ ശ്രദ്ധിച്ചാൽ നമ്മുടെ ആശങ്കകൾ തനിയെ അവസാനിക്കുകയും പലപ്പോഴും ഫലങ്ങൾ പ്രതീക്ഷിച്ചതിലും മികച്ചതായിരിക്കുകയും ചെയ്യും. എല്ലായ്പ്പോഴും നിങ്ങളുടെ ചിന്തകളെ, നിങ്ങളുടെ ആശയങ്ങളെ പോസിറ്റീവായി നിലനിർത്തുക. നിഷേധാത്മക ചിന്തകളാണ് ആശങ്കയുടെ വിത്തുകൾ. നാം നിഷേധാത്മക ചിന്തകളിൽ കുടുങ്ങുമ്പോൾ ഇത് ചെയ്യാൻ കഴിയില്ല, ഞാൻ പരാജയപ്പെടും, എല്ലാം തെറ്റായി പോകുന്നു, നമ്മുടെ ആശങ്ക വർദ്ധിക്കുകയുള്ളൂ. നാം നമ്മുടെ ചിന്തകളെ ബോധപൂർവം മാറ്റണം. എല്ലാ സാഹചര്യങ്ങളിലും, കഠിനമായ സാഹചര്യങ്ങളിൽ പോലും പോസിറ്റിവിറ്റി കണ്ടെത്താൻ പഠിക്കുക. നാം ഒരു പോസിറ്റീവ് കാഴ്ചപ്പാട് സ്വീകരിക്കുമ്പോൾ ബുദ്ധിമുട്ടുകൾ പോലും നമുക്ക് ഒരു വെല്ലുവിളിയായും പഠിക്കാനുള്ള അവസരമായും തോന്നുന്നു, ഭയത്തിൻ്റെ കാരണമായിട്ടല്ല. പോസിറ്റീവ് ചിന്ത നമ്മുടെ മാനസികാരോഗ്യത്തിന് അത്യന്തം പ്രയോജനകരമാണ്. അത് നമ്മെ പ്രചോദിപ്പിക്കുകയും നമുക്ക് ഊർജം നൽകുകയും നമ്മുടെ പ്രശ്നങ്ങളെ കൂടുതൽ ആത്മവിശ്വാസത്തോടെയും പ്രതീക്ഷയോടെയും നേരിടാൻ സഹായിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ചിന്തകളെ പോസിറ്റിവിറ്റിയിലേക്ക് തിരിച്ചുവിടുന്നതിലൂടെ നമുക്ക് ആശങ്കയെ പതുക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ കഴിയും. ശ്രീകൃഷ്ണൻ പറയുന്നു, യഥാർത്ഥ സ്നേഹവും സമർപ്പണവും നിറഞ്ഞ മനസ്സുള്ളവർ ഏതാശങ്കയിൽ നിന്നും മുക്തരാണ്. ഈ ഉപദേശം നമ്മെ പഠിപ്പിക്കുന്നത് സ്നേഹവും സമർപ്പണവുമാണ് ആശങ്കയെ ഇല്ലാതാക്കാനുള്ള ഏറ്റവും ശക്തമായ മാർഗങ്ങളെന്നാണ്. നാം നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥവും നിസ്വാർത്ഥവുമായ സ്നേഹത്തിന് മുൻഗണന നൽകുമ്പോൾ ഈശ്വരനോടുള്ള സ്നേഹം, മനുഷ്യരാശിയോടുള്ള സ്നേഹം, നമ്മുടെ കുടുംബത്തോടും സുഹൃത്തുക്കളോടുമുള്ള സ്നേഹം, നാം സമർപ്പണഭാവം പുലർത്തുമ്പോൾ നമ്മുടെ ചെറിയ വ്യക്തിപരമായ ആശങ്കകൾ തനിയെ കുറയാൻ തുടങ്ങുന്നു. സ്നേഹവും സമർപ്പണവും നമ്മെ നമ്മുടെ അഹങ്കാരത്തിൽ നിന്നും സങ്കുചിതമായ ചിന്തകളിൽ നിന്നും മോചിപ്പിക്കുന്നു. നാം നമുക്കും മറ്റുള്ളവർക്കും നല്ലത് ചിന്തിക്കുമ്പോൾ, നാം കരുണയും സേവന മനോഭാവവും പുലർത്തുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ പോസിറ്റീവായിരിക്കുകയും നാം സമ്മർദ്ദരഹിതവും ആശങ്കയില്ലാത്തതുമായ ജീവിതം നയിക്കാൻ പ്രാപ്തരാകുകയും ചെയ്യുന്നു. നിങ്ങളുടെ പരിമിതികൾ മനസ്സിലാക്കി അവ അംഗീകരിക്കുക. നാം പലപ്പോഴും നമ്മുടെ കഴിവിനപ്പുറം ചെയ്യാൻ ശ്രമിക്കുന്നു, യാഥാർത്ഥ്യമല്ലാത്ത ലക്ഷ്യങ്ങൾ വയ്ക്കുന്നു. നാം വിജയിക്കാതെ വരുമ്പോൾ ആശങ്കയും നിരാശയും നമ്മെ വലയം ചെയ്യുന്നു. നമ്മുടെ കഴിവുകളും പരിമിതികളും യാഥാർത്ഥ്യബോധത്തോടെ മനസ്സിലാക്കി അവ അംഗീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. നാം നമ്മുടെ പരിമിതികൾ അറിയുമ്പോൾ നമുക്ക് അവ അംഗീകരിക്കാൻ കഴിയുകയും നമ്മുടെ ഊർജം നമുക്ക് യഥാർത്ഥത്തിൽ ഫലപ്രദമാകാൻ കഴിയുന്ന മേഖലകളിൽ ശരിയായ ദിശയിൽ പ്രയോഗിക്കാൻ കഴിയുകയും ചെയ്യും. സ്വയം നിരന്തരം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നത് പ്രധാനമാണ്. എന്നാൽ നമ്മുടെ നിലവിലെ പരിമിതികൾ അറിയുകയും അവ അംഗീകരിക്കുകയും ചെയ്യുന്നത് അത്ര തന്നെ പ്രധാനമാണ്. ഇത് അനാവശ്യ ആശങ്കയും സമ്മർദ്ദവുമില്ലാതെ നമ്മുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിനായി പ്രവർത്തിക്കാൻ നമ്മെ സഹായിക്കും. ശ്രീകൃഷ്ണൻ ആവർത്തിച്ച് ക്ഷമയെയും സംയമനത്തെയും ഏറ്റവും വലിയ ഗുണങ്ങളായി പറയുന്നു. നാം ക്ഷമയോടെ ഇരിക്കുകയും സംയമനം പാലിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ആശങ്കകളെ ഫലപ്രദമായി നിയന്ത്രിക്കാൻ കഴിയും. ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് കാത്തിരിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ വരാം. ഫലങ്ങൾ പെട്ടെന്ന് ലഭിക്കാത്തപ്പോൾ, നമുക്ക് പ്രതികൂല സാഹചര്യങ്ങളെ നേരിടേണ്ടി വരുമ്പോൾ, അത്തരം സാഹചര്യങ്ങളിൽ നാം അക്ഷമരാകുകയോ ആവേശത്തിൽ പ്രതികരിക്കുകയോ ചെയ്താൽ സ്ഥിതി കൂടുതൽ വഷളാകുകയും ആശങ്ക വർദ്ധിക്കുകയും ചെയ്യാം. എന്നാൽ നാം സംയമനം പാലിക്കുകയും ശാന്തരായിരിക്കുകയും കാലക്രമേണ സംഭവങ്ങൾ അംഗീകരിക്കുകയും ചെയ്താൽ നമ്മുടെ ആശങ്കകൾ കുറയും. ക്ഷമ നമുക്ക് എല്ലാ ബുദ്ധിമുട്ടുകളെയും നേരിടാനുള്ള ആന്തരിക ശക്തി നൽകുന്നു. സംയമനം പാലിച്ച് നമ്മുടെ ജീവിതം സന്തുലിതവും സ്ഥിരവുമാക്കാൻ കഴിയും. ഇതാണ് യഥാർത്ഥ ശക്തി. അത് നമ്മെ ആശങ്കയെ ജയിക്കാൻ സഹായിക്കുന്നു. നിങ്ങളുടെ സമയം ശരിയായി ഉപയോഗിക്കുക. നാം നമ്മുടെ സമയം ശരിയായതും ഉൽപാദനപരവുമായ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആശങ്കപ്പെടാൻ സമയം തന്നെയുണ്ടാകില്ല. ക്രിയാത്മകവും പോസിറ്റീവുമായ പ്രവർത്തനങ്ങളിൽ സ്വയം വ്യാപൃതരാകുന്നതും നമ്മുടെ ലക്ഷ്യങ്ങളോട് സമർപ്പിതരായിരിക്കുന്നതും നമുക്ക് ആഴത്തിലുള്ള മാനസിക ശാന്തി നൽകുന്നു. നാം പോസിറ്റീവ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ, അത് ജോലിയായാലും പഠനമായാലും ഒരു കലയായാലും വ്യായാമമായാലും സാമൂഹ്യ സേവനമായാലും, നിഷേധാത്മകതയും ആശങ്കയും നമ്മുടെ അടുത്തേക്ക് വരാൻ പോലും ഭയപ്പെടുന്നു. അതിനാൽ നിങ്ങളുടെ സമയം വെറുതെ സംസാരിക്കുന്നതിലോ ആശങ്കപ്പെടുന്നതിലോ പാഴാക്കുന്നതിനു പകരം അത് ഉൽപാദനക്ഷമതയിൽ വിനിയോഗിക്കുക. ഇത് നിങ്ങളുടെ ആശങ്കകൾ അകറ്റുക മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ സംതൃപ്തിയും അർത്ഥവും അനുഭവിക്കാനും സന്തോഷകരമായ നിമിഷങ്ങൾ ആസ്വദിക്കാനും സഹായിക്കും. ശ്രീകൃഷ്ണൻ ഒരു മനോഹരമായ ഉപമ നൽകുന്നു. വെള്ളത്തിൽ തിരമാലകൾ വന്നും പോയും ഇരിക്കുന്നതുപോലെ ജീവിതത്തിൽ സുഖവും ദുഃഖവും വന്നും പോയും ഇരിക്കും. ഈ ഉപദേശം ജീവിതത്തിലെ കയറ്റിറക്കങ്ങളെ സ്വാഭാവികമായി അംഗീകരിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു.
ജീവിതം ഒരിക്കലും ഒരു നേർരേഖയിലല്ല പോകുന്നത്. അതിൽ തിരമാലകൾ പോലെ സുഖവും ദുഃഖവും, വിജയവും പരാജയവും, സന്തോഷവും ദുഃഖവും വന്നും പോയുമിരിക്കും. നാം സുഖത്തെയും ദുഃഖത്തെയും ഒരുപോലെ മനസ്സിലാക്കുകയും രണ്ടിനെയും ജീവിതത്തിലെ ഒരു അനുഭവമായി കണക്കാക്കുകയും ഒന്നിനോട് അമിതമായി ആസക്തരാകുകയോ മറ്റൊന്നിനോട് അമിതമായി ഭയപ്പെടുകയോ ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ നാം ആശങ്കയിൽ നിന്ന് മോചിതരാകുന്നു. ജീവിതത്തിലെ ഓരോ നിമിഷവും ഓരോ അനുഭവവും അമൂല്യമാണ്. അത് നാം അനാവശ്യ ആശങ്കകളില്ലാതെ ജീവിക്കണം. സുഖവും ദുഃഖവും ജീവിതത്തിലെ രണ്ട് നിറങ്ങളാണ്. അവയെ ശരിയായ കാഴ്ചപ്പാടോടെ കാണുന്നത് നമുക്ക് ശാശ്വതമായ മാനസിക ശാന്തി നൽകും. ആശങ്കപ്പെടുന്നത് കൊണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയില്ല, മറിച്ചത് കൂടുതൽ സങ്കീർണമാക്കുകയേയുള്ളൂ. ഇത് നാം അംഗീകരിക്കേണ്ട ഒരു കൈപ്പേറിയ സത്യമാണ്. നാം ഒരു പ്രശ്നത്തെക്കുറിച്ച് ആശങ്കപ്പെടുമ്പോൾ നമ്മുടെ മനസ്സ് ആ പ്രശ്നത്തിൻ്റെ പരിഹാരം കാണുന്നതിൽ നിന്ന് അകന്നു പോകുന്നു. നാം പ്രശ്നത്തിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ നിഷേധാത്മക വശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പരിഹാരത്തിൻ്റെ ദിശയിലേക്ക് ഒരു ചുവട് പോലും വയ്ക്കാൻ കഴിയുന്നില്ല. ആശങ്ക നമ്മുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് ദോഷം ചെയ്യുകയേയുള്ളൂ, നമ്മുടെ ഊർജം നശിപ്പിക്കുന്നു. ഇതിനു പകരം നമ്മുടെ ഊർജത്തെയും മാനസിക കഴിവുകളെയും പരിഹാരം കാണുന്നതിനായി ഉപയോഗിക്കണം. എല്ലാ പ്രശ്നങ്ങൾക്കും എപ്പോഴും ഒരു പരിഹാരമുണ്ട്. നാം ക്ഷമയോടെയും ശാന്തിയോടെയും വിവേകത്തോടെയും പ്രവർത്തിക്കേണ്ടതുണ്ട്. നാം ശാന്തമായ മനസ്സോടെ ഏതൊരു പ്രശ്നത്തെയും നോക്കിക്കാണുകയും അതിനെ വിശകലനം ചെയ്യുകയും സർഗാത്മകമായി പരിഹാരം കണ്ടെത്തുകയും ചെയ്താൽ നമുക്ക് തീർച്ചയായും അതിൻ്റെ പരിഹാരം ലഭിക്കും. ആശങ്ക ഉപേക്ഷിച്ച് പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതാണ് ഏറ്റവും ശരിയായതും ഫലപ്രദവുമായ മാർഗം. ശ്രീകൃഷ്ണൻ പറയുന്നു, മാറ്റം ലോകത്തിൻ്റെ നിയമമാണ്, അത് അംഗീകരിക്കുക. ഇത് ഭഗവത്ഗീതയുടെ ഒരു കേന്ദ്ര സന്ദേശമാണ്. ജീവിതത്തിൽ ഒന്നും സ്ഥിരമല്ല, എല്ലാം നശ്വരമാണ്, എല്ലാം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു. ഓരോ വസ്തുവിൻ്റെയും ഓരോ സാഹചര്യത്തിൻ്റെയും ഓരോ ബന്ധത്തിൻ്റെയും മാറ്റം ഉറപ്പാണ്. ഈ സാർവത്രിക സത്യം നാം മനസ്സിലാക്കുകയും മാറ്റത്തെ ജീവിതത്തിൻ്റെ സ്വാഭാവിക ഭാഗമായി അംഗീകരിക്കുകയും ചെയ്താൽ നമുക്ക് ഒരുപാട് ആശങ്കകളിൽ നിന്ന് മോചിതരാകാൻ കഴിയും. പലപ്പോഴും നാം മാറ്റാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ആശങ്കപ്പെടുന്നു. നാം മാറ്റത്തെ എതിർക്കുന്നു, പഴയ സാഹചര്യങ്ങളിൽ ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ശ്രീകൃഷ്ണൻ്റെ ഈ ഉപദേശം മനസ്സിലാക്കുകയും മാറ്റം ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണെന്നും വികസനത്തിന് അത്യന്താപേക്ഷിതമാണെന്നും അറിഞ്ഞാൽ നമുക്ക് നമ്മുടെ മനസ്സ് ശാന്തമായി നിലനിർത്താനും ജീവിതത്തിലെ ഓരോ മാറുന്ന സാഹചര്യത്തെയും കൂടുതൽ എളുപ്പത്തിലും ശാന്തിയിലും അംഗീകരിക്കാനും കഴിയും. ധ്യാനത്തിലൂടെയും പ്രാണായാമത്തിലൂടെയും മനസ്സിന് ശാന്തി നേടുക. ആശങ്ക നമ്മുടെ മനസ്സിനെ കീഴടക്കുമ്പോൾ, ചിന്തകൾ അനിയന്ത്രിതമാകുമ്പോൾ ധ്യാനവും പ്രാണായാമവും അത്യന്തം ഫലപ്രദവും ശാസ്ത്രീയവുമായ മാർഗങ്ങളാണ്. ഈ പുരാതന ഭാരതീയ വിദ്യകൾ നമ്മുടെ മനസ്സ് ശാന്തമാക്കാനും ചിന്തകളെ സ്ഥിരപ്പെടുത്താനും നമ്മുടെ ആശങ്കകൾ കുറയ്ക്കാനും അത്ഭുതകരമായി സഹായിക്കുന്നു. പതിവായ ധ്യാന പരിശീലനത്തിലൂടെ മനസ്സിൻ്റെ ഏകാഗ്രതയും ശക്തിയും വർദ്ധിക്കുന്നു. നാം നമ്മുടെ ചിന്തകളെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകുന്നു. നമ്മുടെ പ്രശ്നങ്ങളെ കൂടുതൽ ക്ഷമയോടെയും വിവേകത്തോടെയും നേരിടാൻ കഴിയുന്നു. പ്രാണായാമം, അതായത് ശ്വാസനിയന്ത്രണ വിദ്യകൾ, നമ്മുടെ നാഡീവ്യവസ്ഥയെ ശാന്തമാക്കുകയും ശാരീരികവും മാനസികവുമായ സമ്മർദ്ദം കുറയ്ക്കുകയും നമുക്ക് ഉടൻ തന്നെ ആശങ്കയിൽ നിന്ന് ആശ്വാസം നൽകുകയും ചെയ്യുന്നു. ഈ വിദ്യകൾ നൂറ്റാണ്ടുകളായി മനുഷ്യജീവിതത്തിന് ശാന്തിയും സ്ഥിരതയും ആന്തരിക സന്തുലിതാവസ്ഥയും നൽകി വരുന്നു. ഇന്നത്തെ സമ്മർദ്ദം നിറഞ്ഞ ജീവിതത്തിൽ ഇവയുടെ പ്രാധാന്യം കൂടുതൽ വർദ്ധിച്ചിരിക്കുന്നു. ശ്രീകൃഷ്ണൻ പറയുന്നു, മനസ്സിൻ്റെ ശാന്തിയാണ് യഥാർത്ഥ സുഖം. ഈ ഉപദേശം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നത് യഥാർത്ഥ സുഖം, യഥാർത്ഥ സന്തോഷം ബാഹ്യവസ്തുക്കളിലോ സാഹചര്യങ്ങളിലോ നേട്ടങ്ങളിലോ അല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥയിലാണെന്നാണ്. നമ്മുടെ മനസ്സ് ശാന്തവും സ്ഥിരവും സംതൃപ്തവുമാകുമ്പോൾ മാത്രമേ നമുക്ക് യഥാർത്ഥ സന്തോഷവും യഥാർത്ഥ ആനന്ദവും അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. നമ്മുടെ പക്കൽ എത്ര ധനവും എത്ര വിജയവും എത്ര ഭൗതിക സുഖങ്ങളും ഉണ്ടായാലും നമ്മുടെ മനസ്സ് അശാന്തവും ആശങ്കയും സമ്മർദ്ദവും നിറഞ്ഞതാണെങ്കിൽ നമുക്കൊരിക്കലും യഥാർത്ഥത്തിൽ സന്തോഷമായിരിക്കാൻ കഴിയില്ല. അതിനാൽ ശ്രീകൃഷ്ണൻ നമ്മെ പഠിപ്പിക്കുന്നത് നാം ബാഹ്യവസ്തുക്കളുടെ പിന്നാലെ ഓടുന്നതിന് പകരം നമ്മുടെ മനസ്സിൽ ശാന്തമായി നിലനിർത്താൻ പരിശീലിക്കണമെന്നാണ്. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് ധ്യാനത്തിലൂടെയും സംതൃപ്തിയിലൂടെയും സമർപ്പണത്തിലൂടെയും ജ്ഞാനത്തിലൂടെയും നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ഈ ശാന്തി നേടാൻ കഴിയുമെന്നും ഈ യഥാർത്ഥ ശാന്തിയാണ് ആശങ്കയിൽ നിന്ന് ശാശ്വതമായ മോചനം നേടാനുള്ള ഏക മാർഗമെന്നുമാണ്. സ്വയം വിശ്വസിക്കുക, നിങ്ങൾക്ക് എല്ലാ പ്രശ്നങ്ങളെയും എല്ലാ വെല്ലുവിളികളെയും നേരിടാൻ കഴിയും. ജീവിതത്തിൽ എത്ര ബുദ്ധിമുട്ടുകളുണ്ടായാലും എത്ര തടസ്സങ്ങളുണ്ടായാലും നാം ആദ്യം നമ്മളിലും നമ്മുടെ കഴിവുകളിലും വിശ്വസിക്കണം. പലപ്പോഴും നാം ആശങ്കയിൽ കുടുങ്ങുന്നത് ഒരു പ്രത്യേക പ്രശ്നത്തെ നേരിടാൻ കഴിയില്ലെന്നും നാം ദുർബലരാണെന്നും നാം പര്യാപ്തരല്ലെന്നും തോന്നുന്നതുകൊണ്ടാണ്. എന്നാൽ സത്യമെന്തെന്നാൽ നമ്മുടെ ഉള്ളിൽ എല്ലാ പ്രശ്നങ്ങളെയും നേരിടാനും എല്ലാ ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്യാനുമുള്ള അപാരമായ കഴിവും ശക്തിയുമുണ്ട്.
ആത്മവിശ്വാസത്തോടെയും ക്ഷമയോടെയും നമുക്ക് ഏതു ബുദ്ധിമുട്ടും തരണം ചെയ്യാൻ കഴിയും. നാം സ്വയം വിശ്വസിക്കുമ്പോൾ ആശങ്കയ്ക്ക് സ്ഥാനമില്ല. ഈ ആന്തരിക വിശ്വാസമാണ് നമ്മെ ജീവിതത്തിൽ മുന്നോട്ടു പോകാനും അപകട സാധ്യതകൾ ഏറ്റെടുക്കാനും വിജയിക്കാനും സഹായിക്കുന്നത്. ശ്രീകൃഷ്ണൻ അഹങ്കാരത്തിനും ആത്മസമർപ്പണത്തിനും ഇടയിലുള്ള ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നു. ഈ ഉപദേശം നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതത്തിൽ നാം അമിതമായി അഹങ്കാരികളാകുകയോ അല്ലെങ്കിൽ പൂർണ്ണമായും നിഷ്ക്രിയരായി ആത്മസമർപ്പണം നടത്തുകയോ ചെയ്യരുതെന്നാണ്. അഹങ്കാരം നമ്മെ ആശങ്കാകുലരാക്കുന്നു. കാരണം നാം നമ്മുടെ ഞാൻ എന്നതിന് വളരെയധികം പ്രാധാന്യം നൽകുമ്പോൾ നമ്മുടെ അഹങ്കാരത്തിന് മുറിവേൽക്കുകയോ നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടാതെ വരികയോ ചെയ്യുമ്പോൾ നാം ആശങ്കയിലും കോപത്തിലും സമ്മർദ്ദത്തിലും കുടുങ്ങുന്നു. മറുവശത്ത് പൂർണ്ണമായ ആത്മസമർപ്പണം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തെയും അതിൻ്റെ ഫലങ്ങളെയും ഈശ്വരൻ്റെ ഇച്ഛയ്ക്ക് വിട്ടുകൊടുക്കണമെന്നാണ്. എന്നാൽ അതോടൊപ്പം നമ്മുടെ കർമ്മങ്ങളും ഉത്തരവാദിത്വങ്ങളും പൂർണ്ണമായ ആത്മാർത്ഥതയോടെ നിർവഹിക്കേണ്ടതും അത്യാവശ്യമാണ്.